വലിയ രീതിയിലുള്ള ലീക്കേജിലേക്ക് കൊണ്ടുപോകാനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു പരിപാടിയാണ് ശരിക്കും പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. പലരുടെയും സംശയമാണ് കോൺക്രീറ്റ് ലീക്കേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിംഗ് സ്ലോപ്പ് ചെയ്ത് പ്ലാസ്റ്ററിംഗ് ചെയ്താൽ പോരെ, പ്ലാസ്റ്ററിംഗ് വാട്ടറിനെ അബ്സോർബ് ചെയ്യൂലല്ലോ എന്നുള്ളത്. ശരിക്കും പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത് 100% നല്ല രീതിയിൽ വെള്ളം അബ്സോർബ് ചെയ്യാനും അതിനെ സ്റ്റോർ ചെയ്ത് നിർത്താനും കാപ്പബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. നമ്മളൊരു പ്ലാസ്റ്ററിംഗ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ വോയിഡ് സ്പേസുകളും ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു സുഷിരങ്ങളിലൊക്കെ വെള്ളം എന്ത് ചെയ്യും, സ്റ്റോർ ആക്കി നിർത്താനും അത് വലിയ രീതിയിലുള്ള ലീക്കേജിലേക്ക് കൊണ്ടുപോകാനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു പരിപാടിയാണ് ശരിക്കും പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. പ്ലാസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ വെള്ളം നിൽക്കുന്നത് കാണൂല, പക്ഷെ നമ്മൾ ഫസ്റ്റ് പെയ്യുന്ന മഴ ആദ്യം ഈ പ്ലാസ്റ്ററിംഗ് അബ്സോർബ് ചെയ്ത് അതിന്റെ ശേഷമുള്ളതായിരിക്കും പുറത്തേക്ക് പോകുന്നുണ്ടാവുക. നമ്മൾ ശരിക്ക് വീടിന്റെ ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്ത സർഫസിൽ പോയിട്ട് ഒരു കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇത് അബ്സോർബ് ചെയ്യുന്നത് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഒരിക്കലും പ്ലാസ്റ്ററിംഗ് എന്തല്ല സ്ലോപ്പ് ചെയ്തിട്ടോ അല്ലാതെയോ നമ്മൾ എങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അത് വാട്ടർ പ്രൂഫിംഗ് ആയി നമുക്ക് പറയാൻ പറ്റില്ല. വെള്ളം കെട്ടി നിൽക്കുന്നതിന് താൽക്കാലികമായിട്ട് നമുക്ക് കാണുന്നതിൽ നിന്ന് ഒഴിവാക്കാം എന്നല്ലാതെ ഈ പ്ലാസ്റ്ററിങ്ങിന്റെ അകത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം വീണ്ടും ലീക്കേജ് ആയിട്ടും നമ്മളുടെ കോൺക്രീറ്റിന് പല രീതിയിലുള്ള പ്രോബ്ലംസ് ആയിട്ടൊക്കെ വരാറുണ്ട്.